നമസ്കാരം. നായനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോഴാണ് പിണറായി വിജയൻ 1998 സെപ്റ്റംബറിൽ ചടയൻ ഗോവിന്ദൻ മരിച്ച ഒഴിവിൽ CPMന്റെ താൽക്കാലിക സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. പിന്നെ 2016 മുഖ്യമന്ത്രിയാകുന്നതുവരെ ഏതാണ്ട് 18 വർഷം ആ പദവിയിൽ തുടർന്നു. CPMന്റെ ചരിത്രത്തിൽ ഇത്രയും നാൾ പാർട്ടി സെക്രട്ടറി പദവിയിൽ തുടർന്ന മറ്റൊരാളില്ല. ഈ കാലയളവിൽ പിണറായി വിജയൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തെടുത്തു. ഇതിനു മുൻപ് ഒരു പാർട്ടി സെക്രട്ടറിക്കും ഇല്ലാത്ത വിധത്തിൽ പാർട്ടിയുടെ മേൽ പിടിമുറുക്കി. VS അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിനെ വെട്ടിയൊതുക്കി. ആ മനുഷ്യൻ്റെ നന്മകളെ റദ്ദു ചെയ്തുകൊണ്ട് അയാളെ വിഭാഗീയതയുടെ ഇരയാക്കി. അയാളോടൊപ്പം ചേർന്ന് നിന്നവരെയൊക്കെ പാർട്ടിക്ക് പുറത്താക്കി. പാർട്ടി സംവിധാനം മുഴുവൻ പിടിച്ചെടുത്തു. VS അച്യുതാനന്ദൻ്റെ സൽപ്പേരിന് എന്നിട്ടും കോട്ടം തട്ടാതെ വന്നപ്പോൾ സ്വന്തം പത്രത്തിലൂടെ അത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ദീപിക എന്ന കേരളത്തിലെ ഏറ്റവും പരമ്പരാഗതമായ പത്രം ഒരു കളങ്കിത വ്യവസായിയെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് നിരന്തരം VSനെതിരെ വൃത്തികേടുകൾ എഴുതി. AKG സെന്ററിൽ നിന്നും ദീപികയ്ക്ക് എഡിറ്റോറിയൽ ഫാക്സ് ചെയ്തു കൊടുത്തിരുന്ന കാലം VSനോടുള്ള പക വീട്ടാനായിരുന്നു. VS ഒരിക്കലും മുഖ്യമന്ത്രി ആവാതിരിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. നിവൃത്തികെട്ട് ഒരു തവണ മുഖ്യമന്ത്രി ആയപ്പോൾ VSനെ ചിറകുമുറിക്കാൻ VS വിരുദ്ധരെ മന്ത്രിസഭയിലും VSന്റെ ഓഫീസിലും തിരികെ കയറ്റി. അങ്ങനെ CPM എന്ന രാഷ്ട്രീയ പാർട്ടി അതുവരെ പുലർത്തിക്കൊണ്ടുവന്ന മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി തൻ്റെ സ്വേച്ഛാധിപത്യത്തിന് കീഴിലാക്കി. അങ്ങനെയാണ് ജനപിന്തുണ ഒട്ടുമില്ലാതിരുന്നിട്ടും 2016 VSനെ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നത്. അതുവരെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ മാത്രമായിരുന്നു ഹൈജാക്ക് ചെയ്തതെങ്കിൽ പിന്നീട് 10 വർഷം കേരളം എന്ന നാടിനെ മുഴുവൻ ഹൈജാക്ക് ചെയ്തു. ഈ നാട്ടിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ചു. നിരപരാധികളെ വേട്ടയാടി ജയിലിൽ അടച്ചു. സ്വന്തം മക്കൾക്കും കുടുംബത്തിനും പാർട്ടി ക്രിമിനലുകൾക്കും വേണ്ടി ഖജനാവ് കൊള്ളയടിച്ചു. ഗീബൽസിനെ പോലെ എന്നിട്ട് നുണ പറയാൻ വേണ്ടി ഖജനാവിൽ നിന്നും പണം വാരിക്കോരി ചെലവഴിച്ചു. ഒരാൾക്കും പിണറായിക്കെതിരെ ശബ്ദിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കി. തൻ്റെ അടിമകളാണ് എന്ന് കരുതുന്നവരെ മാത്രം രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിമാരാക്കി. പിണറായിയുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്നവരെ മാത്രം പോലീസ് തലപ്പത്തും ഉന്നത ഉദ്യോഗസ്ഥ പദവിയിലും എത്തിച്ചു. സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടി പുറത്തു നിർത്തി. അങ്ങനെ ഈ നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഇരുണ്ട 10 വർഷങ്ങളാണ് പിണറായി മുഖ്യമന്ത്രി എന്ന നിലയിൽ സമ്മാനിച്ചത്. ഇത് പാർട്ടി അണികൾക്ക് പോലും ബോധ്യപ്പെട്ടു. പക്ഷെ അവർക്കാർക്കും പിണറായിക്കെതിരെ ശബ്ദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പാർട്ടി പദവികൾ നഷ്ടപ്പെടുക മാത്രമല്ല, ജീവൻ പോലും ഉണ്ടാകില്ലെന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് മറുനാടനെ പോലെ ധീരമായ നിലപാടെടുത്ത് പിണറായിസത്തിനെതിരെ പോരാടിയ മനുഷ്യർക്കൊപ്പം മനസ്സുകൊണ്ട് പാർട്ടി പ്രവർത്തകരും അണിനിരന്നു. അങ്ങനെയാണ് പാർട്ടി കോട്ടകളായ പേരാമ്പ്രയും തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പുമൊക്കെ വീണുപോയത്. പിണറായി വിജയൻ പോലും കഷ്ടി ജയിച്ച് കയറുകയായിരുന്നു. പിണറായിയുടെ വീഴ്ചയിൽ ഏറ്റവും അധികം ആഹ്ലാദിച്ചത് CPM പ്രവർത്തകരായിരുന്നു. പാർട്ടി നശിച്ചു പോവരുത് എന്ന് കരുതിയവർ ഒരുമിച്ച് പിണറായിക്കെതിരെ ആഞ്ഞുകുത്തിയിട്ട് അവർ വിചാരിച്ച റിസൾട്ട് കിട്ടിയപ്പോൾ ആഹ്ലാദ നൃത്തം ചവിട്ടി. പാർട്ടിയുടെ ഈ പോക്കിൽ ഏറ്റവും അധികം വേദനിച്ചിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പാർട്ടി സഖാക്കളോട് നിർഭയം അഭിപ്രായം പറയാം, പാർട്ടിയെ തിരുത്താമെന്ന് പറഞ്ഞു. ഈ അവസരം പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ വേണ്ടതുപോലെ വിനിയോഗിച്ചു. ജില്ലാ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലുമൊക്കെ പിണറായിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും അതിശക്തമായ വികാരം രൂപം കൊണ്ടു. പിണറായി അസ്വസ്ഥനായി. പിണറായിയുടെ പിണിയാളുകളായിരിക്കുന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം കട്ട് ചെയ്തു. പിന്നെ ലോക്കൽ കമ്മിറ്റിയിലേക്കും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും ചർച്ച പോയപ്പോൾ ആർക്കും പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യം വീണ്ടും വന്നു. ജനങ്ങൾ പറഞ്ഞതെല്ലാം പാർട്ടി ഔദ്യോഗികമായി നിഷേധിച്ചു. ഭരണവിരുദ്ധ വികാരമില്ല, പിണറായി വിരുദ്ധ വികാരമില്ല, ഇതൊക്കെ മാധ്യമങ്ങളുടെ കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ് പിണറായി തിരിച്ചടിച്ചു. എന്ന് മാത്രമല്ല, സകല പാർട്ടി പ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ട് പിണറായിയുടെ ക്രോണികൾ ഒരുമിച്ച് ചേർന്ന് ജനം തിരസ്കരിച്ച പിണറായിയെ വീണ്ടും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുത്തി. ഇതോടുകൂടി നിരാശരായിപ്പോയത് പാർട്ടി പ്രവർത്തകരായിരുന്നു. പിണറായി ഇറക്കി വിട്ടതോടെ പാർട്ടി പച്ചപിടിക്കും എന്ന് കരുതിയവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പിണറായി കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം പാർട്ടിക്കിനി ഒരു തിരിച്ചു വരവില്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരൊക്കെ മൗനികളായി. ഇത്തരത്തിൽ ജനങ്ങളെ വെറുത്ത ഈ നേതാവ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നാൽ പാർട്ടി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പാർട്ടി പ്രവർത്തകർ വേദനയോട് തിരിച്ചറിയുന്നു. പക്ഷെ പാർട്ടിയെ തിരുത്താൻ അവർക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് പിണറായിയുടെ മകൾ മാസപ്പടി വാങ്ങിയ കേസിൽ ഏതാണ്ട് 24ഓളം പാർട്ടി പ്രവർത്തകർ ജയിലിലായിരിക്കുന്നത്. 2 മാസം പിന്നിട്ടിട്ടും അവർക്ക് ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. പിണറായിയോ പാർട്ടി നേതാക്കളോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുമ്പിൽ
ഉത്തരം മുട്ടി നിൽക്കുകയാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും. സംസ്ഥാന സമിതിയിലെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും ഭൂരിപക്ഷം പേർക്കും പിണറായിയെ പേടിയായതുകൊണ്ട് പിണറായിയെ തിരുത്താൻ ധൈര്യമില്ല. അവിടെയാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബി ധീരത കാണിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് കരുതി MA ബേബി ധൈര്യപൂർവ്വം രംഗത്ത് വരികയും തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ട് ചർച്ചയാകുന്നതിന് മുൻപ് തന്നെ പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വിവരങ്ങൾ കണ്ട് സാധാരണ മനുഷ്യർ ഞെട്ടിത്തെരിക്കുകയാണ്. ഇന്നലെ വരെ പിണറായിയും സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഒക്കെ നിഷേധിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അടിവരയിട്ട് എന്താണ് പാർട്ടിക്ക് പറ്റിയത് എന്ന് ചൂണ്ടിക്കാണിച്ച് അത് റിപ്പോർട്ടാക്കി CPMന്റെ ഔദ്യോഗിക രേഖയാക്കി ജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ പാർട്ടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചതാണ് തോൽവിയുടെ കാരണം എന്ന് തറപ്പിച്ചു പറയുന്നു. അഹങ്കാരം, ധാർഷ്ട്യം, അഴിമതി, ജനവിരുദ്ധ സമീപനം, സ്വജനപക്ഷപാതം എന്നിവയാണ് പാർട്ടിയെ തോൽവിയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടും മര്യാദ കെട്ട് സംസാരിച്ചു. അവരുടെ വാക്കും ശരീരഭാഷയും ജനങ്ങളെ വെറുപ്പിച്ചു. പാർട്ടിക്ക് സർക്കാരിൽ ഒരു നിയന്ത്രണവും ഉണ്ടായില്ല. ഇതിനു മുമ്പ് സർക്കാരിൻ്റെ നയങ്ങളും പ്രവർത്തികളും നിരീക്ഷിക്കാൻ ഉപസമിതി ഉണ്ടായിരുന്നു. സർക്കാരിനെ തിരുത്താനും സർക്കാരിനെ നിർദ്ദേശിക്കാനും പാർട്ടിക്ക് കഴിയുമായിരുന്നു. ഇവിടെ പാർട്ടിയും സർക്കാരും ഒന്നായി മാറി. പാർട്ടിക്ക് ഒരു വോയിസും ഇല്ലാതായി. പാർട്ടി അറിയാതെ സർക്കാർ തീരുമാനമെടുത്തു. സർക്കാരിൻ്റെ തീരുമാനങ്ങൾ സ്വേച്ഛാധിപത്യപരമായിരുന്നു. ഉദ്യോഗസ്ഥന്മാരെ അമിതമായി ആശ്രയിച്ചു. ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം ചെയ്തു. പോലീസിനെ കയറൂരി വിട്ടു. പോലീസ് സ്വേച്ഛാധിപത്യ ഭരണത്തിന് കുടപിടിച്ചു. പോലീസ് അതിക്രമങ്ങൾ പാർട്ടി പ്രവർത്തകർക്ക് നേരെ വരെ ഉണ്ടായി. പാർട്ടിയെ തിരുത്താനോ ജനകീയ വിഷയങ്ങൾ ഉയർത്താനോ പാർട്ടിയുടെ ബഹുജന സംഘടനകളെ അനുവദിച്ചില്ല. അവരെ നിശബ്ദരാക്കി മൂലയിലിരുത്തി. അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതായി. അവർക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ അവസരം നിഷേധിച്ചു. ശബരിമലയിൽ കൊള്ള നടക്കുകയും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത പാർട്ടി നേതാവ് പത്മകുമാറിനെ പുറത്താക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ട് പോലും പത്മകുമാറിനെ സംരക്ഷിച്ചു. ആഗോള അയ്യപ്പ സംഗമം നടത്തി അവിടെ യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ച് മതനിരപേക്ഷ സമീപനത്തിന് കോട്ടമുണ്ടാക്കി. PM ശ്രീ പോലെയുള്ള കാര്യങ്ങളിൽ തോന്നിവാസം ചെയ്തു. അത് തിരുത്താൻ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിട്ടും മടി കാണിച്ചു. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്തില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ അടിമുടി പാളിച്ച പറ്റി. കണ്ണൂരിൽ കഴിഞ്ഞ തവണ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും ഇക്കുറി ഒരാളെ പോലും എടുത്തില്ല. 54 സിറ്റിംഗ് MLA ജയം എന്ന ഒറ്റ കാരണത്തിന്റെ പുറത്ത് അതേ സീറ്റിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചു കൊടുത്തിട്ടും KK ശൈലജയെ മാത്രം തോൽക്കുന്ന സീറ്റിലേക്ക് മാറ്റി. അത് പക വീട്ടാൻ വേണ്ടിയാണ് എന്ന് എതിരാളികൾ പറഞ്ഞപ്പോൾ ശരിയാണെന്ന് പാർട്ടി പ്രവർത്തകർക്ക് പോലും തോന്നി. കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം അടിമുടി പാളി. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിൽ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റും വീഴ്ച പറ്റി. ജില്ലാ നേതൃത്വത്തെ മാത്രം കുറ്റപ്പെടുത്താതെ സംസ്ഥാന നേതൃത്വവും എല്ലാ പാളിച്ചകളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടു നടന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കെല്ലാം പിന്തുണ കൊടുത്ത് ബോധപൂർവം ന്യൂനപക്ഷ വിരുദ്ധം എന്ന പേരുണ്ടാക്കി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിണറായിയും അദ്ദേഹത്തിന് നേതൃത്വവും പരാജയപ്പെട്ടു പോയി എന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്നു. അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെ, അടിമകൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. പിണറായിയെ ഇങ്ങനെ ചുമന്നാൽ ഇനി അവശേഷിക്കുന്ന മണ്ണുകൂടി ഒലിച്ചു പോകും എന്ന് തിരിച്ചറിഞ്ഞ് പാർട്ടി ദേശീയ സെക്രട്ടറി നിലപാടെടുക്കുമ്പോൾ പാർട്ടി അണികൾ ആവേശത്തിലാണ്. അടിമകൾ ശബ്ദമുയർത്തുന്നു. പിണറായിയെ ചവിട്ടി പുറത്താക്കാൻ അവർ ഒരുമിച്ച് നിൽക്കുന്നു. ഇനി വരാൻ പോകുന്നത് ED കടന്നു കയറുന്ന ദിനങ്ങളാണെന്നറിയാം. അതിനെ സംരക്ഷിച്ച് ഉള്ള മതിപ്പ് കൂടി കളയരുത്. പിണറായി ചെയ്ത കുറ്റത്തിനൊക്കെ തന്നെ അനുഭവിക്കട്ടെ. പിണറായി അഴിമതി നടത്തിയെങ്കിൽ, മക്കൾക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിയെങ്കിൽ പാർട്ടി എന്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന നിലപാടിലേക്ക് ദേശീയ നേതൃത്വം മാറുകയാണ്. അണികളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് പിണറായിയെ പടിപടിയായി പുറത്താക്കി പിണറായി ഹൈജാക്ക് ചെയ്തിരുന്ന CPMനെ തിരിച്ചു പിടിക്കാനുള്ള ധീരമായ നിലപാടിലേക്ക് MA ബേബി ഇടപെടുന്നു. ബേബിക്കൊപ്പമാണ് സാധാരണ സഖാക്കൾ. പിണറായിയുടെ അടിമകൾ പതിയെ പതിയെ പിണറായിയെ തള്ളിപ്പറയാൻ പോകുന്നു. ഇനി വരാൻ പോകുന്നത് പിണറായിയുടെ ജീവിതത്തിലെ ശനിദിശയായിരിക്കും. പാർട്ടി പ്രവർത്തകരും നേതാക്കളും തള്ളിപ്പറഞ്ഞ് പാർട്ടിക്ക് പുറത്തേക്ക് പോകുന്ന പിണറായിയുടെ കഷ്ടകാലത്തിൻ്റെ ദിനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. MA ബേബി നയിക്കുന്ന ഈ വിപ്ലവം CPMനെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.